ധാരാളം മഹാന്മാർ വഫാത്തായ മാസം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോരുത്തരെടുത്ത് പറയുകയാണെങ്കിലും ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒരൊറ്റ വിഷയം പറയുന്നു. മഹബ്ബത്തിന്റെ വേദി എവിടെയുണ്ടോ അതിലൊക്കെ ഭാഗമാവുക എന്നുള്ളത്, അതിൻ്റെയൊക്കെ ഒരു കൈത്താങ്ങാവുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. തൗഫീഖുള്ളവർക്കേ അതിന് കഴിയൂ. തൗഫീഖില്ലാത്തവർക്ക് അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹു തആല തൗഫീഖുള്ള ഇബാദുകളിൽ നമ്മയൊക്കെ പെടുത്തി തരട്ടെ. വടകര മുഹമ്മദ് ഹാജിഊർ പറയാൻ ഒരുപാടുണ്ട്. ഉസ്താദുമാരിൽ നിന്ന് കേട്ട സംഭവങ്ങൾ തന്നെ പറയാൻ ധാരാളമുണ്ട്. അല്ലാഹുവെ, കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവിടുത്തെ പറ്റി ഞങ്ങൾ പറഞ്ഞത് അവിടുത്തെ മദദ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണമാക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണമാക്കണേ അല്ലാ. അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ല ഔലാദ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും നിനക്കിഷ്ടപ്പെട്ടവരിൽ നീ ചേർക്കണേ അല്ലാ. മഹാനായ വടകര മുഹമ്മദ് ഹാജിഊർ ഖാജാ തങ്ങൾ നമ്മൾ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ, സ്വന്തം നാവ് കൊണ്ട് 90 ലക്ഷത്തിലധികം ആളുകൾക്ക് കലിമ ചൊല്ലി കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൈപിടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. ഒന്ന് തലച്ചോറ് കൊണ്ട് കേൾക്കണം കേട്ടോ. 9 അല്ല, 90 അല്ല, 900 അല്ല, 9000 അല്ല, 90 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവിടുത്തെ ഫം ഷരീഫിൽ നിന്ന് കലിമ ചൊല്ലി കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൈപിടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഖാജാ തങ്ങൾ. വെറുതെ കിട്ടിയതാണോ മഹാന്മാരായ ഖുതുബുമാരിൽ വലിയൊരു സ്ഥാനം? ഗരീബ് നവാസ് എന്നുള്ള പേര് വെറുതെ കിട്ടിയതാണോ? സത്യത്തിൽ ആത്മീയമായ നേതൃത്വമാണല്ലോ യഥാർത്ഥ നേതൃത്വം. നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഭരണ സംവിധാനം വന്നാൽ അവരടക്കം അജ്മീറിൽ ചെന്ന് പൊരുത്തം തേടി അവിടുത്തെ മദദ് തേടി സമീപിച്ചതിന് ശേഷം ഭരണചക്രത്തിലേക്ക് കയറലാണ് പതിവുള്ളത്. പറയാൻ ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉണർത്തുന്നത്, മഹാന്മാരെ കുറിച്ച് പറയലും അതിന്റെ ഭാഗമാവലും അതിലൊരു പങ്കുചേരലുമെല്ലാം ആഖിബത്ത് നന്നാവാൻ ഏറ്റവും വലിയ കാരണമാണ്. നിങ്ങൾ നോക്ക്, ഞാനൊരു സാന്ദർഭികമായി വഅദ് പറയല്ല, ഒരു നാടൻ വർത്താനം പറയും പോലെ പറയാണ്. ഒരാഴ്ച മുമ്പ് മഹാനായ ഖുതുബുസ്സമാൻ മൗലദ് ദവീല മമ്പറത്ത തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് ആളുകളൊക്കെ പോയിരുന്നു. മമ്പറത്ത് തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു സംഭവം കാണാൻ കഴിയും. മമ്പറത്തെ മക്കാമുള്ളത് തിരൂരങ്ങാടി പുഴക്ക് സമീപമാണ്. തിരൂരങ്ങാടി പുഴയുടെ ചാരത്താണ് മമ്പറത്തെ തങ്ങൾ അന്തി ഉറങ്ങുന്നത്. ഹളറമൂത്തിലെ ധാരാളം സാദാത്യങ്ങളും മമ്പറത്തെ തങ്ങളെ പേരക്കുട്ടികളും ഭാര്യയും ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഒരു മദദ് നമ്മുടെ സദസ്സിൽ പ്രദാനം ചെയ്യട്ടെ. മമ്പറത്തെ തങ്ങൾ ഹയാത്തുള്ള കാലത്ത് തിരൂരങ്ങാടി പുഴയുടെ വക്കിൽ വന്ന് അക്കരക്ക് കിടക്കണം. അവിടെ തോണിയില്ല, തുഴയില്ല, കപ്പിത്താൻ ആരുമില്ല. അവിടെ ഒരു അമുസ്ലിമായ വ്യക്തിയുണ്ട്. ചോദിച്ചു, വല്യമ്പ്രാനെ അക്കരെ കിടക്കണോ എന്ന് ചോദിച്ചു. അതെ, അക്കരെ കിടക്കണോ എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ അക്കരക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. മമ്പറത്തെ തങ്ങള് ആ സാധുവായ മനുഷ്യന്റെ പുറത്ത് കയറി. ഇദ്ദേഹം നീന്തലിൽ നല്ല കഴിവുള്ളയാളാണ്. അദ്ദേഹം നീന്തിയിട്ട് മറുകരയിൽ എത്തിച്ചു. പോകാൻ നേരത്ത് മമ്പറത്തെ തങ്ങൾ പറഞ്ഞു, എടാ ഈ എന്നെ ഇവിടെ അക്കരെ കിടത്തിയില്ലേ, അവിടെ ഞാൻ നിന്നെ അക്കരെ കടത്തട്ടോ. ഈ എന്നെ ഇവിടെ അക്കരെ കടത്തിയില്ലേ, അവിടെ ഞാൻ നിന്നെ അക്കരെ കടത്തട്ടോ എന്ന് പറഞ്ഞിട്ട് മമ്പറത്തെ തങ്ങൾ പോയി. ഇയാൾക്ക് ആ പറഞ്ഞതിന്റെ വീട്ടിലൊന്നും മനസ്സിലായില്ല. ജാത്തപ്പനൊന്നും വേഷറാണ് മാതിരി അതങ്ങൾ കേട്ടു പോയി എന്നല്ലാതെ വേറെ ഒരു ഒന്നുമില്ല. മമ്പറത്തെ തങ്ങളുടെ ഹയാത്തുള്ള കാലഘട്ടത്തിൽ തന്നെ ഈ സാധുവായ മനുഷ്യൻ സുഖമില്ലാതെ രോഗിയായി കിടന്നു. കാണാൻ വേണ്ടി വന്ന ആളുകളിൽ പലരും ഉണ്ട്. പല ആളുകളും കാണാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ മഹാനായ ഖുതുബുസ്സമാൻ മമ്പറത്തെ തങ്ങളുപ്പാപ്പയും വന്നു. സുബ്ഹാനല്ലാഹ്, മമ്പറത്തെ തങ്ങളുപ്പാപ്പ വന്നപ്പോ ഈ മനുഷ്യൻ മറളുമൗത്തിലാണ്. അടുത്ത് ചെന്നിരുന്നിട്ട് കലിമ ചൊല്ലി കൊടുക്കുകയാണ്. കലിമ ചൊല്ലി കൊടുത്തു. ഇദ്ദേഹം കലിമ ഏറ്റുചൊല്ലി. സുബ്ഹാനല്ലാഹ്, മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് കലിമയാവുകയാണ്. അതങ്ങ് കഴിയിലൂടെ ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. അന്നേ വരെ ജീവിതത്തിൽ ഒരു സുജൂദ് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആനൊന്നും മാറിടത്തോട് ചേർത്ത് പിടിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രീതി കരുതിയിട്ട് ഒരു രൂപദാനധർമ്മം ചെയ്തിട്ടില്ല. പക്ഷേ അവസാന നിമിഷം അൽ ഇസ്ലാമു യഹ്ദിമു മാ ഖബല, എല്ലാ പാപങ്ങളും പൊളിച്ചു കളഞ്ഞ് ഉമ്മ പെറ്റ കുട്ടിയുടെ വിശുദ്ധി
വിശുദ്ധിയിൽ നാഥനായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ഉണ്ടായതെന്തേ? എടാ, ഈ എന്നെ ഇവിടെ അക്കരെ കടത്തിയില്ലേ, അവിടെ ഞാൻ നിന്നെ അക്കരെ കടത്താം. മമ്പറത്തെ തങ്ങളോട് കാണിച്ച ഒരു ആദരവ്, ഒരു ബഹുമാനം. ആ ബഹുമാനത്തിന്റെ റിസൾട്ടാണ് മരിക്കുമ്പോ റാഹത്തായിട്ട് മഹാനായ ഖുത്ബുസ്സമാൻ മമ്പറത്തെ തങ്ങളുടെ ഫമിൽ നിന്ന് കെലിമയേറ്റു മരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഉണർത്തുന്നത്, മഹാന്മാരെ ആദരിക്കണം, മഹാന്മാരെ ബഹുമാനിക്കണം. അവരുടെ മജ്ലിസുകൾ എവിടെയുണ്ടോ ആദരവോടുകൂടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, തൗഫീഖുള്ളവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. തൗഫീഖുള്ളവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. തൗഫീഖുള്ള ഇബാദുകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അങ്ങനെ ഒരു ആദരവിന്റെ സമീപനം ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ്, മഹാന്മാരുടെ ഒരു മദദ് ജീവിതത്തിൽ ലഭിക്കും, ഒരു സംശയവും ഇല്ല. ആ ആദരവ് നമ്മിലുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളിലേക്ക് അത് വരും. നേരെമറിച്ച് നമ്മൾ ഇതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഇങ്ങനത്തെ ഒരു മജ്ലിസും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ അതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന അതൊക്കെ എന്ത് എന്നുള്ള വിധത്തിലാണ് എങ്കിൽ ആ വാക്ക് സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ, സൂക്ഷിക്കണേ ഉമ്മമാരെ, ചെവി കൊടുത്തു പോവരുതേ. ഈമാനിന്റെ വിഷയമാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാർ അവരെ പറയാൻ വേദി ഉണ്ടാക്കുക, അതിന്റെ ഭാഗമാവുക, ഇതൊക്കെ വലിയ തൗഫീഖാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അജ്മീർ തങ്ങളെ നമ്മളൊന്ന് തൊട്ടില്ലേ? മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ വാഇലാരാണെന്നറിയുമോ? ഏറ്റവും വലിയ വാളുകാരൻ ആരാണെന്നറിയുമോ? 10,000 വാട്സുള്ള ഒരു സ്പീക്കറും അല്ലെങ്കിൽ മൈക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഓഡിയൻസ് ആയി കിട്ടിയ വിശാലമായ സ്റ്റേജും സംവിധാനവും അവിടെ നടത്തുന്ന പ്രഭാഷണമില്ലേ, അല്ലെങ്കിൽ പ്രഭാഷകനില്ലേ, അവനേക്കാൾ വലിയ വായില് പള്ളി മൈതാനിയുടെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോൾ കാണാറില്ലേ? ഖബറുകൾക്ക് മുകളിൽ നാട്ടിവെച്ച മീസാൻ കല്ലുകൾ കാണാറില്ലേ? ആ മീസാൻ കല്ലുകളേക്കാൾ വലിയ വായില് ലോകത്തില്ല. ഇന്നലകളിൽ ഈ നാട് ഭരിച്ച വമ്പന്മാരും കൊമ്പന്മാരും മല്ലന്മാരും ധീരന്മാരും അധികാരികളും എല്ലാവരെയും മടക്കം ചെയ്ത ഖബറിന് മുകളിൽ നാട്ടിവെച്ച മീസാൻ കല്ലുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തൊടുത്തുവിടുന്ന ചില ചോദ്യങ്ങളില്ലേ, ചില ചിന്തകളില്ലേ, അതിനേക്കാൾ വലിയ വാള് ലോകത്തൊരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, ആയിരക്കണക്കിന് വാളിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു. പക്ഷേ ഒരു ഈമാനുള്ള മുഅ്മിൻ, ആ മുഅ്മിനിന്റെ മരണവേളയിൽ ഒന്ന് നേരിട്ട് കാണാനും അത് മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അത് നമ്മുടെ ഖൽബിൽ വരുത്തുന്ന ചില അസറുകളുണ്ട്. അതിനേക്കാൾ വരൂല, അതിനേക്കാൾ വലിയ എവിഡൻസ് അല്ല മറ്റ് വാളിന്റെ മജ്ലിസുകളൊന്നും. അങ്ങനെയാണ്. എത്ര അനുഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. മഹാനായ ഖമറുൽ ഉലമ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ആ തണലിൽ കാലങ്ങളോളം ദീനിന് ഖിദ്മ ചെയ്യാനുള്ള ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ മുഅ്മിനീങ്ങളെ, ഖമറുൽ ഉലമയുടെ ഉസ്താദാണ് ശൈഖുനാ ഉസ്താദുൽ അസാതീദ്. ഓക്കേ ഉസ്താദ്, ഓക്കെ ഉസ്താദ്. അവിടുത്തെ പുത്രവ്യനായ ഇരിങ്ങല്ലൂർ കാളിയുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേള, ഇരിങ്ങല്ലൂർ കാളി ഓക്കെ ഉസ്താദിന്റെ പുത്രവ്യനാണ്, വലിയ ആലിമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഓറെ കാണാൻ വേണ്ടി പോകുമോ? വെറും ഒരു കുശലാന്വേഷണമല്ല, പണ്ഡിത ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓക്കെ ഉസ്താദും ഇരിങ്ങല്ലൂർ കാളിയുമായി അവിടുത്തെ പുത്രവ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സാധുവായ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, ഓറ് വഫാത്തായിട്ടുണ്ട്, ഓറ് വഫാത്തായിട്ടുണ്ട്. ആരത്തായി പറയുന്നത്? ഓക്കെ ഉസ്താദിനോടും ഓക്കെ ഉസ്താദിന്റെ എളാപ്പയായ ഇരിങ്ങല്ലൂർ കാളി. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ മുണ്ടത്തുള്ള മുക്ര ഓടി വന്നിട്ട് പറയാണ്, ഓറ് വഫാത്തായിട്ടുണ്ട്.
ഊർ വഫാത്തായിട്ടുണ്ട്. ആരെ പറഞ്ഞു? ഓറന്നെ പറഞ്ഞു. ഊർ വഫാത്തായിട്ടുണ്ട് ഓറന്നെ പറഞ്ഞു. ഈ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. ഓക്കെ ഉസ്താദും അവിടുത്തെ പുതൃവ്യനും മെടീറ്റ് ഓടുകയാണ്. ചെറിയ മുണ്ട മുഖ്യ ഇത് വന്ന് പറഞ്ഞു ഒരു വഫാത്തായിട്ടുണ്ട്. ആരെ പറഞ്ഞു വെച്ചോ പോറന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും എണീറ്റ് ഓടി. അവിടെ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ധാരാളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ഒരുമിച്ച് കൂടിയിട്ട് പോക്കർട്ടി മുസ്ലിയാരുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടുന്ന് മറദ് മൗത്തിലാണ്. ഒരാള് കെലിമ ചൊല്ലിക്കൊടുക്കുന്നു. മരിക്കാൻ പോവാണ്. മരണത്തിന്റെ എല്ലാ അടയാളങ്ങളും കണ്ടു തുടങ്ങിയിട്ട് അടുത്തിരുന്നിട്ട് ഒരാൾ കെലിമ ചൊല്ലി കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ കിടക്കുന്ന ഓറ് ചൊല്ലിക്കൊടുക്കുന്ന ആളോട് പറയാണ്, എടാ അങ്ങനെയല്ല കെലിമ ചൊല്ലല്. കെലിമ ചൊല്ലൽ അങ്ങനെയല്ല മോനെ, കെലിമ ചൊല്ലൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് മരിച്ചു. കെലിമ ചൊല്ലൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം വഫാത്താവാണ്. ഉസ്താദ് അവർകൾ എപ്പോഴും ശൈഖുനാ ഓക്കെ ഉസ്താദ് പറയും, എടാ എന്റെ ഉസ്താദ് മരിക്കുമ്പോ ദർസ് നടത്തിയിട്ട് മരിച്ചയാളാണ് എന്ന് പറയും. മരിക്കുമ്പോ ദർസ് നടത്താണ്, കെലിമ എങ്ങനെയാണ് ചൊല്ലല് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതോടുകൂടെ വഫാത്തായി പോയ മഹാനാണ് എന്റെ ഉസ്താദ്. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, മരിക്കുന്നതിന്റെ മുമ്പ് അടുത്തേക്ക് ശിഷ്യന്റെ അടുത്തേക്ക് ആളെ വിടുകയാണ്, വഫാത്തായിട്ടുണ്ട് എന്ന വിവരം പറയണേ, വഫാത്തായിട്ടുണ്ട് എന്ന വിവരം പറയണേ, മരിക്കുകയാണ് എന്നുള്ള ആര് പറഞ്ഞു? ഓറന്നെ പറഞ്ഞു. ഇത് ചെറിയ മുണ്ട മുഖ്രി വന്ന് പറഞ്ഞിട്ട് ആലോചിച്ചു നോക്കൂ മിനിങ്ങളെ, മലക്കുൽ മൗത്ത് വന്ന് മാടി വിളിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു വെച്ച് പറയേണ്ടവരോട് പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ശേഷം എങ്ങനെയാണ് കെലിമ ചൊല്ലലെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് മരിക്കുക. ഇത് കീശയിലുള്ള ഒരു പേനെടുത്ത് കൊടുക്കല്ലോ, കീശയിലുള്ള ഒരു സാധനം എടുത്തിട്ട് വേറൊരാളെ കയ്യിൽ കൊടുക്കല്ല. പിന്നെ തട്ടി നോക്കിയാൽ ജീവന്റെ തുടിപ്പില്ല, ശരീരത്തിൽ ആത്മാവില്ല. ഞാനെന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള മഹാന്മാരുടെ മരണം, ആ മരണമല്ലേ നമുക്ക് ഏറ്റവും വലിയ തെളിവ്? എന്നാൽ അറിയുമോ മുഅ്മിനീങ്ങളെ, ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങൾ വഫാത്തായി കിടന്ന വേളയിൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടൊരു വാക്കുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അവിടുത്തെ ജനാസ കാണുമ്പോൾ നെറ്റിത്തടത്തിൽ എഴുതി വെച്ച വാക്ക് ആരോ എഴുതി വെച്ചതല്ല, മുഅ്മിനായ മനുഷ്യന്റെ മരണത്തിന്റെ ശുഭലക്ഷണങ്ങളിൽ പെട്ട ഒന്നല്ലേ മൂക്കിന്റെ ദോരം വിടർന്നു വരിക എന്നുള്ളത്, നെറ്റിത്തടം വിയർക്കുക എന്നുള്ളത്. ഹാജാരങ്ങളോ വഫാത്താകുന്ന അവസരത്തിൽ വിയർപ്പ് കണങ്ങളെ കൊണ്ട് അവിടുത്തെ നെറ്റിത്തടത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ്, അവിടുത്തെ പ്രിയപ്പെട്ട വലിയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി റബ്ബിന്റെ പൊരുത്തത്തിലായിട്ടാണ് വഫാത്ത് നടന്നത് എന്ന് കണ്ടോ മുഅ്മിനീങ്ങളെ? അവിടുത്തെ പേരിലുള്ള മജ്ലിസല്ലേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും റാഹത്തുള്ളൊരു മരണം നൽകണേ അല്ലാഹ്. നിന്റെ ജലാലത്തും റഹ്മത്തും ഞങ്ങളുടെ ഖൽബിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഖൽബറിഞ്ഞ് കലിമ ചൊല്ലി നിന്നിലേക്ക് യാത്ര തിരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് ഖാജാ തങ്ങൾ. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിത ലോകത്ത് ഒരാൾക്കും തർക്കമില്ലാത്ത മഹാനാണ്. പറയല് തന്നെ അവിടുത്തെ ലഖബ് പറയുമ്പോൾ, പേര് പറയുമ്പോൾ ഇമാമിങ്ങളെ പരാമർശിക്കല് തന്നെയുള്ളത് വലിയുല്ലാഹി ബിലാ നിസാ. ഒരാൾക്കും തർക്കം
തർക്കമില്ലാത്ത ഒരാളും കാമാ എന്ന് വിയോജിപ്പ് രേഖപ്പെടുത്താത്ത റബ്ബിന്റെ വലിയായി ജീവിച്ച മഹാനായ ഇമാമുൻ നവവി അല്ലാഹുവേ അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭം നീ കബൂലാക്കണേ അല്ലാഹ്. പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഖാലിഖായ റബ്ബേ പോരായ്മകൾ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട റബ്ബ് നീയല്ലേ, ഉടമ നീയല്ലേ. നീ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഇരിക്കുന്ന ആലിമീങ്ങൾക്കിടയിൽ, ഉമറാക്കൾക്കിടയിൽ, സ്നേഹമുള്ള മുത്തഅല്ലിമീങ്ങൾക്കിടയിൽ എണീറ്റ് നിന്ന് പ്രസംഗിക്കാൻ മാത്രമുള്ള നന്മയൊന്നും എന്റെ കയ്യിലില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. ഇതൊരു വിനയത്തിന്റെ ഭാഷയല്ല, പക്ഷേ പറയുന്നത് മഹാന്മാരെ പറ്റിയാണല്ലോ എന്നതാണ്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കി തരണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു പതിരാവിൽ ഹബീബായ തങ്ങൾ ഞങ്ങളുടെ കനവിൽ വിരുന്നെത്തുന്ന വിധത്തിൽ ഒരു ഇഷ്ക് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഖാലിഖായ റബ്ബേ നബവി ഇമാമിനെ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നീ നന്നാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നാലാളുകളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനേ. വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാനല്ലേ, ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാനാണ്. ഗ്രന്ഥരചനയിൽ മുഴുകിയിട്ട് ഇമാം നബവി തങ്ങൾ രചിച്ച ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മളൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുകയാണെങ്കിൽ അവിടുന്ന് രചിച്ച ഗ്രന്ഥങ്ങൾ മുഴുവൻ ഒന്ന് മറിച്ചിടാൻ പോലും കഴിയാത്ത അത്രയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി റബ്ബിന്റെ ദീനിന്റെ ഇൽമ് ഇഹ്യാ ചെയ്യുന്നതിന് വേണ്ടി ജീവിച്ച മഹാനാണ്. ഞാൻ എന്റെ ശബ്ദം ദ്രവിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളോട് നബവി ഇമാമിനെ പറ്റി ഒന്ന് പറഞ്ഞത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇത് ശാഫി ഇമാമും നബവി ഇമാമും ഇബ്നു ഹജർ തങ്ങളും എല്ലാവരും റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ മാസമല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ശാഫി ഇമാമിനെ പറ്റി പറയുന്ന കിതാബുകൾ എടുത്താൽ അവിടുത്തെ ജീവിതത്തിൽ കറാമത്തുകളുടെ ലോകം അതല്ല ഇമാമിങ്ങൾ എഴുതി വെച്ചത്. നബവി ഇമാമിനെ പറ്റി പറയുന്നത് പരതിയാൽ അത്ഭുതങ്ങളുടെ ലോകം അതല്ല ഇമാമിങ്ങൾ എഴുതി വെച്ചത്. ഇബ്നു ഹജർ തങ്ങളെ പറ്റി ഒന്ന് പരതിയാൽ അത്ഭുതങ്ങളുടെ ലോകം അതല്ല ഇമാമിങ്ങൾ എഴുതി വെച്ചത്. അവരുടെ ജീവിതമാണ്, അവരുടെ ജീവിതം തന്നെ സന്ദേശമാണ്. ദീനിന് വേണ്ടി, ഇൽമിന്റെ ഇഹ്യാഇന് വേണ്ടി അവര് ചെലവഴിച്ച ത്യാഗങ്ങളാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനവും ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളും ഇവിടെ പ്രസംഗിച്ച നേരത്തെ പ്രഭാഷകനായ അഭിവന്ദനായ സഖാഫി ഉസ്താദിനെ പോലെ, അസ്ഹരി ഉസ്താദിനെ പോലെ, സുഹൈൽ അസ്ഹരി ഉസ്താദിനെ പോലെ ഞാൻ അറിയുന്ന ഒരുപാട് ശിഷ്യഗണങ്ങൾ അഭിവന്ദനായ ഉസ്താദ് അവർക്കുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ ഉസ്താദിന്റെ തർബിയത്തിനായി ഇവിടുത്തെ ദർസിലൂടെ വളർന്നു വന്നവരല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാമുൽ റാസി തങ്ങൾ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ സദസ്സിലേക്ക് കയറി വരുന്നു. അതിഥിയായി ആരാണ് വരുന്നത്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ.
അലൈഹിസ്സലാമാണ് വന്നിട്ട് പറയാണ്, നബിയേ, ഈ സദസ്സിലുള്ള ഇന്ന വ്യക്തിയില്ലേ, അടുത്ത സാഴത്തിൽ അയാളും മരിക്കാൻ പോവാണ് നബിയേ, അയാളും മരിക്കാൻ പോവാണ്. ഇതാരാണ് പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം ഈ മെസ്സേജ് കൈമാറി. ഇതങ്ങ് കൈമാറി തിരികെ പോകുന്നു. പറഞ്ഞതിന്റെ പൊരുൾ, അടുത്തത് ഈ സദസ്സിലേക്ക് കയറി വരാനുള്ള അതിഥി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീലല്ലേ സന്ദേശം കൈമാറിയത്. ഹബീബായ തങ്ങൾ ആ കൂട്ടുകാരനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അടുത്ത സമയം, അടുത്ത സാഴത്തിൽ നിന്റെ മരണം വിധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സദസ്സിൽ വെച്ച് നിന്റെ മരണം നടക്കാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഈ കൂട്ടുകാരൻ മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ സാദിഖുൽ മസ്തൂഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറയുന്നത്, ആശങ്കകൾക്ക്, സന്ദേഹങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. ചോദിച്ചു, നബിയേ, ഇനി അടുത്ത നിമിഷത്തിൽ മലക്കുൽ മൗത്ത് വരാൻ പോവുകയല്ലേ? ജീവന്റെ തുടിപ്പോടുകൂടെ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ മിനിറ്റുകളല്ലേ എന്റെ മുമ്പിലുള്ളത്. ഞാൻ എന്ത് പണിയെടുക്കണം നബിയേ? ഞാനെന്ത് ചെയ്യണം ഹബീബ്? ഇത് കേവലം ഒരു വർത്തമാനമല്ല, ഇത് കേവലം ഒരു ചോദ്യമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, 15 ദിവസം ഉംറക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തുമല്ലേ? എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുമല്ലേ? മനസ്സിൽ പല ബേജാറുകൾ ഉണ്ടാവുമല്ലേ? എന്നാൽ ഇത് തിരിച്ചു വരാൻ ഇനിയൊരു വേദിയില്ല, അവസാന ഘട്ടമാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം നബിയേ എന്ന് ചോദിച്ചപ്പോ, ഈമാനുള്ള പെങ്ങളെ, എന്റെ സംസാരം ഹൃദയം കൊണ്ട് കേൾക്കുന്ന ബാപ്പാ, ആഖിറത്തിൽ വിശ്വസിക്കുന്ന ദീനിന്റെ കരുത്തായ ഈമാനുള്ള ചെറുപ്പക്കാരെ, മരണം മുന്നിൽ കണ്ട ഈ കൂട്ടുകാരനോട് മുത്തായ തങ്ങളുടെ മറുപടി, മോനെ, ഇൽമുമായി ശുഗലായിക്കോ, ഇൽമിട്ട് ശുഗലായിക്കോ മോനെ. ഇനി എന്തേ പഠിച്ചിട്ട് ആ പഠിച്ച വിഷയങ്ങൾ ചെയ്യാനുള്ളൊരു സമയമുണ്ടോ? അതില്ല. എൻട്രൻസ് എക്സാം എഴുതാൻ പോവാണോ? അല്ല. പൊതുപരീക്ഷ എഴുതാൻ പോവാണോ? അല്ല. SSLC എക്സാം ആണോ? അല്ല. ഇനി പഠിച്ചിട്ട് അതൊന്ന് പരിശീലിക്കാൻ, അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പോലുമുള്ള സമയമില്ല. എന്നിട്ട് ഈ അവസാന വേളയിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ, ഇൽമുമായി ശുഗലായിക്കോ മോനെ. ഞാനിത് പറയുന്നതിന്റെ ഈമാനുള്ള മുത്തഅല്ലിമീങ്ങളോടാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ഇൽമിന്റെ ശുഗലി എന്നുള്ളത് ഇമാമുൻ നവവി തങ്ങൾ പറഞ്ഞ വാക്ക്, അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഇൽമുമായിട്ടുള്ള ശുഗല് അതല്ലേ ഏറ്റവും ടോപ്പായിട്ടുള്ളത്. കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ പ്രാവശ്യം സാധുവായ ഞാൻ, എന്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, ഇതുപോലത്തെ ഒരു പരിപാടിയിൽ വന്നപ്പോ അന്ന് നമ്മുടെ സ്റ്റേജ് വന്നിരുന്നത് ആ ഭാഗത്തായിരുന്നു. ഇന്നതിന്റെ സ്ഥിതിവിശേഷമൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടെ ഒരു സയന്റിഫിക് ആക്കിയിട്ടുണ്ട്. അന്ന് വന്ന് കണ്ടപ്പോൾ നമ്മുടെ ഈ കെട്ടിട സംവിധാനങ്ങൾ ഇത്ര പുരോഗമിച്ചിട്ടില്ലായിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മൾ കൈത്താങ്ങി നൽകി, നമ്മൾ കൂടെ നിന്ന് സഹായിച്ച് സഹകരിച്ച് ആഖിറത്തിലേക്കുള്ള റബ്ബിന്റെ ദീനിന്റെ ഇഹ്യാഇന് വേണ്ടി, ഉലൂമുദ്ദീനിന്റെ ഇഹ്യാഇന് വേണ്ടി നമ്മുടെ സ്ഥാപനം ഇവിടെ വളർന്നു വരുന്നു. പല സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു.
അൽഹംദുലില്ലാഹ്. ഞാൻ നേരത്തെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞല്ലോ, ഞാനും റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് അഭിവന്യനായ ഉസ്താദ് അവരുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട സുഹൈൽ അസ്ഹരി ഉസ്താദും ഹറമിലേക്കുള്ളൊരു യാത്രയിൽ സംഗമിച്ചിട്ടുണ്ട്. ആ ഒരാത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ ഉസ്താദുമായി കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒരിക്കൽ ഒരു വേള കോണ്ടാക്ട് ചെയ്തപ്പോ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾ ഇൽമിന്റെ ഈറ്റില്ലമായ ജാമിയ അസ്ഹറിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നൊരു വേളയിലാണുള്ളത്. അതിന്റെ ഒരു ചിത്രം കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോയി. 5 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5, ഇനി അതിനേക്കാൾ കൂടുതലാണോ എന്ന് എനിക്കറിയൂല. ഉപരിപഠനത്തിന് വേണ്ടി ഈജിപ്തിലേക്ക് പോകുന്ന നല്ലൊരു നിമിഷത്തിലാണ് ഞാൻ അസ്ഹരി ഉസ്താദുമായി കോണ്ടാക്ട് ചെയ്തത്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനിതൊക്കെ പറഞ്ഞു വന്നത് ഇതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്, ഇതിന്റെ സന്തോഷം നിങ്ങൾക്കാണ്.